ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് കർക്കിടകം 1, രാമായണ മാസത്തിന് തുടക്കം ഇന്ന് തൊട്ട് ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ എല്ലാ ആളുകളും വീടും പരിസരവും പൂജാ റൂമും ഒക്കെ വൃത്തിയാക്കി നമ്മുടെ വീട്ടിലെ മൂഷേട്ടയെ പുറത്ത് കളയുകയും പിന്നെ ശേട്ടാദേവി എന്നാണ് പറയുന്നത് പുറത്ത് കളയുകയും ശ്രീദേവിയായ ശ്രീ മഹാലക്ഷ്മിയെ അകത്തേക്ക് വരവേൽക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഏറ്റവും നല്ലൊരു മാസമാണ് കർക്കിടക മാസം. കർക്കിടക മാസത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഭഗവാൻ അല്ല ഭഗവതിയാണ് പടി അളക്കുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ദാരിദ്ര്യവും അക്കവും ദുഃഖവും ഒക്കെ കൂടുതലുള്ളൊരു മാസമാണെന്നാണ് എൻ്റെ ഒരു കേട്ടറിവ് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഔഷധക്കഞ്ഞിയാണ് കേട്ടോ. നമുക്ക് കർക്കിടക മാസത്തിലാണ് നമ്മൾ ഔഷധക്കഞ്ഞിയും സുഖചികിത്സയൊക്കെ ചെയ്യുന്ന കർക്കിടക മാസത്തിലാണ്. ഈ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ശരീരത്തിൽ അത് ഫലിക്കുകയും ചെയ്യും. ഔഷധക്കഞ്ഞി കുടിക്കുവാണെങ്കിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുമെന്നാണ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ ചുറ്റുപാടുമുള്ള കുറച്ച് ഔഷധ സസ്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ കഞ്ഞി തയ്യാറാക്കുന്നത്. അപ്പോഴത്തേക്കും എന്തൊക്കെയാണെന്ന് പറയാം. മുക്കുറ്റി, കറുകപ്പുല്ല്, തിരുതാളി, മലതാങ്ങി, ചെറുള, മുയൽ ചെവിയൻ, തൊട്ടാവാടി, അങ്ങനെ കുറച്ച് ഒക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. വരുന്ന വഴിക്ക് ഞാൻ എൻ്റെ പ്രാവുകളുടെ കുളിയും കൂടെ ഷൂട്ട് ചെയ്തെടുത്തുകൊണ്ട് പോരുന്നു. അപ്പോഴും നമുക്ക് കഞ്ഞി വെച്ച് തുടങ്ങിയാലോ. അപ്പം ഞാനൊരു കൊച്ചൊരു മൺകലത്തിലാണ് കേട്ടോ, ചെറിയൊരു മൺകലത്തിൽ, അത്രയും കഞ്ഞിയുടെ ആവശ്യമുള്ളൂ. എനിക്കിവിടെ ആൾക്കാർ കൂടുതലുള്ളവർക്ക് അതനുസരിച്ച് ഔഷധ സസ്യങ്ങളും അരിയും ഒക്കെ അതനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാനും ഏട്ടനുമാണിത് കൂടുതലും കഴിക്കുന്നത്. കൊച്ചുങ്ങളൊന്നും വലുതായിട്ട് കഴിക്കത്തില്ല. അപ്പം ചെറുപയർ, ഉലുവ, അപ്പോൾ ഇതെല്ലാം തലേന്ന് തന്നെ കുതിർത്ത് വെച്ചേക്കണം. ഞാൻ തലേന്ന് തന്നെ ഇതെല്ലാം കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചുമന്ന അരിയാണ് കേട്ടോ എടുത്തത്. എന്നേം വെച്ചിട്ട് ഔഷധ സസ്യങ്ങളെല്ലാം കൂടി ഇട്ട് ഓരോന്ന് വിധം എടുത്തേ ഉള്ളൂ കേട്ടോ. ഞാൻ ഒരുപാട് എടുത്തില്ല. അപ്പോൾ അതെല്ലാം എടുത്ത് മിക്സിക്കകത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഒരു വെള്ള തുണി വിരിച്ച് ഇതിൻ്റെ നീര് മാത്രം എടുക്കുക. അല്ലാതെ ഇടുന്നവരുമുണ്ട്, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് കേട്ടോ. എന്നേം വെച്ചിട്ട് അരിയും പയറും ഉലുവയും ചെറുജീരകവും എല്ലാം വെന്ത് വന്ന് അതിലോട്ട് ഈ ഔഷധത്തിൻ്റെ നീരങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനകത്തെല്ലാം ഒന്ന് പിടിച്ച് തിളച്ചൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും, തിളച്ച് നന്നായി വെന്ത് വന്നതിന് ശേഷം അവസാനമാണ് തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് തിളവന്ന് കഴിയുമ്പം ഒരു സ്പൂൺ നെയ്യും കൂടെ അതിനകത്ത് ഇട്ട് ഇന്ദുപ്പും കൂടി ഇട്ട് യോജിപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞില്ലേ, രോഗപ്രതിരോധ ശേഷിക്കൊക്കെ നല്ലതാണ്. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കൊടുക്കണം കേട്ടോ. വളരെ ഈ കയ്പോ ചവർപ്പോ ഒന്നും അറിയത്തില്ല, വളരെ ടേസ്റ്റാണ്, മക്കളും കഴിക്കും. ആ ഒരു രീതിയിലാണ് ഇത് വെന്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് പത്തലയില്ല, കുറച്ച് തോരനും കൂടെ വെച്ചിട്ടുണ്ട്.